ഏട്ടനായിട്ടേ കണ്ടിട്ടുള്ളൂ. അതിപ്പോൾ ഇപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് ആയിരിക്കാം. നമ്മൾ പറയാം ഡയറക്ടറായിട്ട് കാണണം. നമ്മൾ ഡയറക്ടർ അതൊക്കെ നമ്മളിപ്പോൾ ഡയറക്ടർ കാണുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്ക് എന്തൊക്കെയാണ് നമ്മൾ അങ്ങനെ ഒരാളെ അച്ഛനായിട്ട് നമുക്ക് അങ്ങനെ കാണാൻ പറ്റുള്ളൂ. പെട്ടെന്ന് ഒരു ദിവസം നമ്മൾ പോയിട്ട് ഇനിയിപ്പോൾ നമ്മളിപ്പോൾ കാമുകിയുടെ അടുത്ത് പറയും നമുക്ക് നാളെ മുതൽ ഫ്രണ്ട്സ് ആവാമെന്ന് പറയും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഫ്രണ്ട്സ് ഒന്നും ആകാൻ പറ്റില്ല. ആ ഇഷ്ടവും അതുപോലെ തന്നെ ആയിരിക്കും. അതുപോലെ എനിക്ക് എൻ്റെ ഏട്ടൻ തന്നെയാണ്. അപ്പോൾ പക്ഷേ ഒരു കാര്യം എന്ന് വെച്ചാൽ ആ സെറ്റിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏട്ടൻ ആർട്ടിസ്റ്റായിട്ടും ഞാൻ ഡയറക്ടറായിട്ട് എന്ന് വെച്ചാൽ പുള്ളി പറയുന്നത് കേൾക്കുക, പുള്ളി ഗൈഡ് ചെയ്യുന്ന പോലെ മനസ്സിൽ ഏട്ടൻ തന്നെയാണ്. പക്ഷേ പുള്ളി എന്ത് പറയുന്നോ അത് മാത്രമേ നമ്മൾ ഭയങ്കര ഒരു പ്രൊഫഷണലായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നത്. വെച്ചാൽ പുള്ളി എന്ത് പറയുന്നു അത് ഞാൻ കേൾക്കുക, അതിനനുസരിച്ച് ഞാൻ ചെയ്യുക. ഞാൻ പറയുന്നത് പുള്ളി കമ്മ്യൂണിക്കേഷൻ ഇപ്പോൾ പറഞ്ഞ പോലെ കുട്ടിക്കാലം മുതലേ ഉള്ള ഒരു പരിചയം. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ ഭയങ്കര ഈസി ആയിരുന്നു. എന്ന് വെച്ചാൽ ഞങ്ങൾ ടെൻഷൻ ഇടയില്ല. പിന്നെ ഏട്ടൻ്റെ ക്രൂ എല്ലാവരും എനിക്കറിയാം. എന്ന് വെച്ചാൽ തട്ടത്തന്മാർ ഏട്ടൻ്റെ സെയിം ടീമാണ്, സെയിം യൂണിറ്റാണ്, സെയിം ആൾക്കാരാണ്. അപ്പോൾ എല്ലാവരും എനിക്ക് മുൻ പരിചയമുണ്ട്. അപ്പോൾ എല്ലാവരെയും അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏട്ടനറിയാം, റൈറ്റർ എല്ലാവരെയും അറിയാം. അപ്പം നമ്മളൊരു ആസ് എ ടീം നമ്മൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം. അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരെയും പരിചയമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ജോമോൻ ചേട്ടൻ്റെ കൂടെ തന്നെ ഏട്ടൻ്റെ രണ്ടാമത്തെ പടം ഷാനിക്ക മ്യൂസിക്. അപ്പോൾ എല്ലാവരുമായിട്ടൊരു ഇതുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ എനിക്കൊരു പുതിയ പടം ചെയ്യുവാണ്, ഞാൻ ഫസ്റ്റ് ടൈമാണ് പടം ചെയ്യുന്നത് എനിക്ക് തോന്നലേ ഉണ്ടായിട്ടില്ല സത്യം പറഞ്ഞാൽ. കാരണം എൻ്റെ ഏട്ടനാണ് ഡയറക്ടർ, എൻ്റെ കസിനാണ് എഴുതുന്നത്. അപ്പോൾ എനിക്കറിയാവുന്ന ജോമോൻ ചേട്ടൻ. അപ്പോൾ എല്ലാവരും അറിയാം. ആകെ അറിയാതെ മാമിനായിരുന്നു. പക്ഷേ മാമിൻ്റെ അതായിരുന്നു എൻ്റെ ഒരു ടെൻഷൻ. പിന്നെ മാമും കൂടെ ആ ഒരു ഇതെല്ലാം വന്നപ്പോൾ പിന്നെ എന്ന് വെച്ചാൽ ഒരു പടം ചെയ്യുകയാണ് അല്ലെങ്കിൽ നമ്മളൊരു ത്രില്ലർ ചെയ്യുകയാണെന്നുള്ളൊരു തോന്നലോ ഒരു ടെൻഷനും ഉണ്ടായില്ല. ഞാനിപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ തട്ടത്തിൻ മറയത്ത് പോലൊരു പടം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ പോലെ അന്ന് രാത്രി ഏട്ടൻ എൻ്റെ അടുത്ത് ചോദിച്ചു, ഞാൻ അഭിനയിക്കുന്നത് തന്നെ ഫസ്റ്റ് ഷോർട്ട് ഫിലിം അഭിനയിക്കുന്നത് തന്നെ വേറെ ആരും അഭിനയിക്കാനില്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ അഭിനയിച്ചു, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഷോർട്ട് ഫിലിം ഞാൻ അഭിനയിച്ചേക്കാം. അപ്പോൾ അഭിനയം എൻ്റെ ഒരു എന്ന് വെച്ചാൽ ഞാൻ ടെക്നിക്കൽ സൈഡിലോട്ട് വരണം എന്ന് ആഗ്രഹിച്ചിരുന്ന ഒരാളാണ്. എന്ന് വെച്ചാൽ ഡയറക്ഷൻ അല്ലെങ്കിൽ അഭിനയം പണ്ട് ചെറുപ്പത്തിലൊക്കെ എല്ലാവരും അഭിനയിക്കുമ്പോൾ അച്ഛനൊക്കെ അഭിനയിക്കുമ്പോൾ ഒരു ആഗ്രഹം ഉണ്ടാവും, അതെല്ലാവർക്കും ഉണ്ടാവും. പക്ഷേ ഞാൻ കൂടുതലും ടെക്നിക്കൽ സൈഡിലാണ്. ഞാൻ എഡിറ്റിംഗ് ആണ് പഠിച്ചു തുടങ്ങിയത്. പിന്നെ കുറച്ച് ഫോട്ടോഗ്രാഫി അങ്ങനെയൊക്കെ ഞാൻ തുടങ്ങിയിരുന്നത്. അപ്പോൾ ഈ ആക്ടിംഗ് എന്ന് പറയുന്നത് ഒരു ലാസ്റ്റ് തോട്ടിൽ പോലും ഇല്ല. അപ്പോൾ തട്ടത്തിൻ മറയത്ത് പോലൊരു പടം എനിക്ക് തന്നില്ലല്ലോ എന്ന് ആലോചിക്കാൻ എൻ്റെ ആക്ടിങ്ങിൻ്റെ ഒരു ഓപ്ഷനേ ആയിരുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇത് കിട്ടിയതിൻ്റെ ഒരു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെനിക്ക് കിട്ടി. അപ്പോൾ ഇത് ഞാൻ കണ്ടിന്യൂ ചെയ്യും ആക്ടിങ് ഡെഫിനറ്റ്ലി. അപ്പോൾ ഇതിനൊരു ഭാഗ്യം പോലെ വന്നു. പിന്നെ എനിക്ക് സിനിമയുടെ എന്ത് ഭാഗമാണെങ്കിലും എനിക്ക് ഓക്കെയാണ്. അപ്പോൾ സിനിമ ചെയ്യണമെന്നേ ഉള്ളൂ. സിനിമയുടെ ഒരു പാട്ടാവണമെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ അന്നും ഇന്നും. അപ്പോൾ അത് ആക്ടിങ് ആയിക്കോട്ടെ, അത് ഞാൻ പിന്നെ ആക്ടിങ് ചെയ്ത് തുടങ്ങിയപ്പോൾ ഞാൻ എൻജോയ് ചെയ്യാൻ തുടങ്ങി. എനിക്ക് ഇഷ്ടപ്പെട്ടു തുടങ്ങി. ഇപ്പോൾ എനിക്ക് കുഴപ്പമില്ലാന്ന് തോന്നുന്നു. അച്ഛൻ പണ്ട് മുതൽ ഒറ്റ കാര്യം അച്ഛൻ പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചെയ്യുക. അത് സിനിമ എന്നല്ല, എന്ന് വെച്ചാൽ നമ്മൾ ഇഷ്ടപ്പെടുന്നത് നമ്മൾ എൻജോയ് ചെയ്യുന്നത് നമ്മൾ ചെയ്യുക. അത് അച്ഛന് പെർട്ടിക്കുലറായിരുന്നു. എന്ന് വെച്ചാൽ നമ്മളെന്താ ഇഷ്ടം അത് നിങ്ങൾ ചെയ്യുക, അത്ര മാത്രമേ അച്ഛനുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ സത്യം പറഞ്ഞാൽ എന്നെ വെച്ചിട്ടാണ് ഈ പടം ചെയ്യുന്നതെന്നുള്ളത് അച്ഛനും അറിയില്ല. എന്നുവെച്ചാൽ ലാസ്റ്റ് സ്റ്റേജിലൊക്കെ എത്തിയപ്പോഴാണ് അച്ഛൻ അറിയുന്നത്. പക്ഷേ അച്ഛൻ ത്രൂ ആണ്, അച്ഛൻ്റെ സുഹൃത്താണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അച്ഛൻ ത്രൂ ആണ് പ്രൊഡ്യൂസർ, ഞങ്ങളുടെ മനോജേട്ടൻ എന്ന് പറഞ്ഞ പുള്ളി വരുന്നത്. അപ്പോൾ പുള്ളി വഴിയും അങ്ങനെ പല ആൾക്കാർ വഴിയാണ് അറിയുന്നത് ഞാനാണ് അഭിനയിക്കുന്നത് എന്നുള്ളത്. ഞാൻ അച്ഛനോട് സംസാരിച്ചിട്ടില്ല അതിനെപ്പറ്റി. അപ്പോൾ ഏട്ടനും അതിനെപ്പറ്റി സംസാരിച്ചില്ല. പിന്നെ ഇൻഫാക്റ്റ് പിന്നെ നമ്മുടെ ഈ ലാസ്റ്റ് മിനിറ്റ് നമ്മൾ സ്ക്രിപ്റ്റിലും കറക്ഷൻസും കാര്യം അച്ഛനതിന് സ്ക്രിപ്റ്റും വായിക്കാൻ പറ്റിയില്ല. അങ്ങനത്തെ കുറേ അച്ഛനായിട്ട് നമ്മൾ കുറച്ച് കമ്മ്യൂണിക്കേഷൻ കുറവായിരുന്നു ബേസിക്കലി ഇതിനകത്ത്. അപ്പോൾ ഞാൻ അനുഗ്രഹം വാങ്ങിക്കാനൊന്നും പോയിട്ടില്ല. അപ്പോൾ അനുഗ്രഹം ഇനി എപ്പോഴും വേണമെങ്കിൽ വാങ്ങിക്കാമല്ലോ. അതുകൊണ്ട് പിന്നെ അച്ഛനിങ്ങനെ ട്രെയിലർ കണ്ടിട്ട് ആരെടുത്തോ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു തോന്നി ഇങ്ങനെ അത് പറഞ്ഞ ആൾ വെറുതെ പറഞ്ഞാണോ സത്യം പറഞ്ഞാണോ എനിക്കറിയില്ല. ട്രെയിലർ കണ്ടിട്ട് പറഞ്ഞ് കാണണം തോന്നുന്നു. ഇങ്ങനെ ട്രെയിലറിലുള്ളതും സിനിമയെ കണ്ടാൽ കൊള്ളാം എന്നുള്ള രീതിയിൽ അങ്ങനത്തോ പുള്ളി അടിപൊളിയാണെന്നോ കൊള്ളാമെന്നോ അങ്ങനെ പറയുന്നതിന് പകരം പുള്ളിയുടെ ഒരു ശൈലിയിൽ പുള്ളി പറഞ്ഞു ട്രെയിലറിലുള്ള സിനിമയിൽ വന്നാൽ കൊള്ളാം എന്നുള്ള രീതിയിൽ പുള്ളി പറഞ്ഞിട്ടുണ്ട് തോന്നുന്നു, അറിയില്ല. അമ്മ സത്യം പറഞ്ഞാൽ ഭയങ്കര ഹാപ്പിയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ അമ്മയുടെ ഹസ്ബൻഡ് സിനിമയിലാണ്, അമ്മയുടെ ഒരു മൂത്തമകൻ സിനിമയിലാണ്, അമ്മയുടെ ബ്രദർ എന്ന് വെച്ചാൽ മാമൻ, അമ്മയുടെ പിന്നെ ഇപ്പോൾ ചേച്ചിയുടെ മകൻ കസിന്, അമ്മയുടെ രണ്ടാമത്തെ മകൻ. അപ്പോൾ അമ്മയ്ക്ക് ഇപ്പോൾ ഇതിനപ്പുറം എന്താ വേണ്ടത് ഏതൊരു അമ്മ. അപ്പോൾ അമ്മ പണ്ട് മുതൽ അച്ഛൻ കല്യാണം കഴിക്കുന്നതിന് മുന്നേ അച്ഛൻ സിനിമയിലുണ്ട്. അപ്പോൾ സിനിമ അപ്പം മുതൽ അമ്മ ഇഷ്ടപ്പെടുന്നു. അപ്പോൾ അമ്മയ്ക്ക് ആ അറ്റാച്ച്മെൻറ്റും സിനിമാക്കാരും എല്ലാവരും അറിയാം. അപ്പോൾ ഇൻഫാക്റ്റ് അമ്മ ഭയങ്കര ഹാപ്പി ആവേണ്ട അപ്പോൾ എനിക്ക് തോന്നുന്നില്ല അമ്മ ഒറ്റപ്പെടുന്നു, അങ്ങനെ ഒരു സംഭവമില്ല. അമ്മ ഭയങ്കര എക്സൈറ്റഡ് ആണ്, ഭയങ്കര ഹാപ്പിയാണെന്ന് വെച്ചാൽ ആൾക്കാർ ഇപ്പോൾ പണ്ടൊക്കെ അച്ഛൻ്റെ എന്തെങ്കിലും ആർട്ടിക്കിൾസും ഇതും ഒക്കെ വരുന്ന സമയത്ത് അമ്മ കട്ട് ചെയ്ത് വെക്കുമായിരുന്നു. പിന്നെ ഇങ്ങനെ പേപ്പറൊക്കെ ഇടും. അപ്പോൾ പിന്നെ ഏട്ടൻ്റെ വരുമ്പോൾ ഇതൊക്കെ കട്ട് ചെയ്ത് വെക്കും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഈ മാമൻ്റെ വരാൻ തുടങ്ങി. മാമൻ്റെ ഈ പേപ്പർ കട്ടിങ്സും ഫോട്ടോയും അതൊക്കെ എടുത്ത് കട്ട് ചെയ്ത് വെക്കും.
ഇപ്പോൾ ഞാൻ നോക്കുമ്പോൾ എൻ്റെ പേപ്പർ കട്ടിങ്സും കാര്യങ്ങളൊക്കെ പുള്ളിക്കാരി ഇങ്ങനെ കട്ട് ചെയ്ത് പേപ്പറിൽ നിന്നൊക്കെ കട്ട് ചെയ്ത് ഇപ്പോൾ പൂജയുടെ അവിടെയൊക്കെ കൊണ്ടുപോയിക്കും. അപ്പോൾ പുള്ളിക്കാരി ഭയങ്കര ഹാപ്പി ആയിരിക്കുകയാണ്, എക്സൈറ്റഡ് ആണ്. ഞാൻ ഫസ്റ്റ് 916 എന്ന് പറഞ്ഞ പടത്തിൽ അസിസ്റ്റൻ്റായിട്ടാണ് ഞാൻ ഫസ്റ്റ് കഴിഞ്ഞ വർഷം ഞാൻ വർക്ക് ചെയ്തായിരുന്നു. ഈ ഒരു താല്പര്യം അസിസ്റ്റൻറ്റ് ഡയറക്ഷൻ ചെയ്യാനുള്ളൊരു താല്പര്യം, ഡയറക്ഷൻ എന്നുള്ള താല്പര്യം കൊണ്ട് തന്നെയാണ് ഞാൻ വർക്ക് ചെയ്തത്. മാമൻ്റെ കൂടെ ഞാൻ വർക്ക് ചെയ്തത്. അപ്പോൾ അതായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിപ്പോൾ ആക്ടിങ് ചെയ്യുമ്പോൾ പോലും എൻ്റെ ഒരു എന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു അറ്റ്മോസ്ഫിയർ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഫസ്റ്റ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ആംബിയൻസ് നമ്മൾ അത് മാക്സിമം മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഞാൻ വെച്ചാൽ ആ പടത്തിൽ വർക്ക് ചെയ്യുമ്പോൾ ഞാൻ എല്ലാം ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ എനിക്കൊരു പ്രത്യേക ഒരു ജോലി ഇല്ലായിരുന്നു, വെച്ചാൽ ഒരു ടാസ്ക് ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ കോസ്റ്റ്യൂം എടുക്കാൻ പോയിട്ടുണ്ട്, അല്ലെങ്കിൽ ആർട്ട് പർച്ചേസിന് പോയിട്ടുണ്ട്, അല്ലെങ്കിൽ ലൊക്കേഷൻ കാണാൻ പോയിട്ടുണ്ട്. അപ്പോൾ സിനിമയുടെ പല പല കാര്യങ്ങൾ അവിടെ നടക്കുന്ന എല്ലാ കാര്യത്തിലും എനിക്ക് നോളജ് ഉണ്ടാകാൻ പറ്റിയിട്ടുണ്ട് ത്രൂ മാമൻ. കാരണം പ്രത്യേക ഒരു ജോലി ഉണ്ടായാൽ നമുക്ക് അത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു എക്സ്പീരിയൻസ് ആണ് സത്യം പറഞ്ഞാൽ എന്നെ തിരയിൽ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തത്. ഞാൻ അസിസ്റ്റൻറ്റ് ഡയറക്ടറായി വന്നതുകൊണ്ട്, കാരണം ഞാൻ അച്ഛൻ്റെ ലൊക്കേഷനിൽ പോയി അച്ഛൻ്റെ കൂടെ പോയി ഞങ്ങളാരും പോയിട്ടില്ല, വളരെ ചുരുക്കം. പിന്നെ ആരും ഷൂട്ടിംഗ് കാണുന്നതെന്ന് വെച്ചാൽ ഭയങ്കര ബോർ പരിപാടിയാണ്. അപ്പോൾ ഞങ്ങളാരും പോയിട്ടില്ല, ലൊക്കേഷനിൽ ഞങ്ങൾ പോകാറില്ല. അപ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്ത സംഭവമാണ്. എന്നെ ആസ് ആൻ ആക്ടർ വന്നപ്പോൾ പോലും ഞാൻ ശ്രദ്ധിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് അവരെങ്ങനെ പെർഫോം ചെയ്യുന്നു, അവരെങ്ങനെ മൂവ് ചെയ്യുന്നു, എങ്ങനെ ഈ പോയിന്റിലോട്ട് വരുന്നു, അവരെങ്ങനെ ഡയലോഗ് ഡെലിവറി ചെയ്യുന്നു. അപ്പോൾ അതെന്നെ ഭയങ്കരമായിട്ട് തിരയിലെത്തിയപ്പോൾ ഹെൽപ്പ് ചെയ്യും. തിരയിൽ നിന്ന് ഞാൻ എന്താ പഠിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരാളുണ്ട് എൻ്റെ മുന്നിൽ എന്ന് വെച്ചാൽ മാം. ഇപ്പോൾ മാമിൻ്റെ പെർഫോമൻസ് അല്ലെങ്കിൽ മാം എങ്ങനെ ഒരു സീന് എങ്ങനെ മാം എങ്ങനെ അത് വർക്ക് ചെയ്യുന്നു, മാം എങ്ങനെ ഇത് ചെയ്യുന്നു. അപ്പോൾ പക്ഷേ സംഭവം എന്ന് വെച്ചാൽ എനിക്ക് അറ്റൻഡ് ചെയ്യുന്നതും അറിയണം താല്പര്യമുണ്ട്. കാരണം എൻ്റെ താല്പര്യം ആക്ടിങ്, എൻ്റെ ജോലി അപ്പോൾ ചെയ്യേണ്ടത് ആക്ടിങ് ആണ്. പക്ഷേ എൻ്റെ താല്പര്യം ഡയറക്ഷനും ഇതും ഒക്കെ. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ എല്ലാം ശ്രദ്ധിക്കുന്നു. ചേട്ടൻ എന്ത് ചെയ്യുന്നു, ചേട്ടൻ എങ്ങനെ ഇത് പ്ലാൻ ചെയ്യുന്നത്, പിന്നെ ജോമോൻജി എങ്ങനെ ഇത് ലൈറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പോൾ എനിക്ക് എല്ലാത്തിനോടൊരു ജനറൽ താല്പര്യമുള്ളതുകൊണ്ട് ഞാൻ പൊതുവേ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ശ്രദ്ധിച്ച് വരുമായിരുന്നു സത്യം പറഞ്ഞാൽ. അപ്പോൾ ഒരു ബേസിക് ആയിട്ടുള്ളൊരു ഐഡിയ എന്ന് വെച്ചാൽ സിനിമ എന്താണെന്നുള്ളത് ഒരു ഐഡിയ എന്ന് വെച്ചാൽ ആക്ടർ എന്നുള്ള രീതിയിൽ മാം ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു. ഏട്ടൻ്റെ ഒരു വർക്കിംഗ്, ജോമോൻജിയുടെ വർക്കിംഗ്, അല്ലെങ്കിൽ ബാക്കിയുള്ള ആ ഒരു വർക്കിംഗ് മനസ്സിലാക്കാൻ പറ്റി ത്രൂ ഔട്ട്. മാറ്റം നല്ലതാണ്. ഇപ്പോൾ അച്ഛൻ പണ്ട് ചെയ്തിരുന്നപ്പോൾ അതൊരു മാറ്റമായിരുന്നു. വെച്ചാൽ പണ്ടത്തെ 70s 80s എന്നുള്ള സിനിമയിൽ നിന്ന് അച്ഛൻ ചെയ്തിരുന്നത് ഒരു മാറ്റമായിരുന്നു. അതിൽ നിന്ന് ആൾക്കാർ മാറി ഇതിപ്പോൾ ഉള്ളൊരു മാറ്റമാണ്. അപ്പോൾ മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കും. ഇനി ഇതിൽ നിന്ന് മാറി വേറൊരു ഇത് വരും. സിനിമ നമ്മൾ അങ്ങനെ ക്ലാസിഫൈ, നമ്മൾ നല്ല സിനിമ, മോശം സിനിമ, അതിനപ്പുറം നമ്മൾ സിനിമ കാണുന്നത് നമ്മൾ എൻ്റർടൈൻമെൻ്റ് ആണ്. അപ്പോൾ നമ്മൾ 2 മണിക്കൂർ 2.5 മണിക്കൂർ പോയിരിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് സന്തോഷം ഉണ്ടാകുന്ന സിനിമ, നമുക്ക് ഇഷ്ടമുള്ളത്. അപ്പോൾ ഞാൻ വിശ്വസിക്കുന്ന വെച്ചാൽ ആൾക്കാർ ഇപ്പോഴും ഇഷ്ടപ്പെടുന്ന തമാശയാണ്. അപ്പോൾ അച്ഛൻ പറഞ്ഞിരുന്നതും അതാണ്. അച്ഛൻ്റെ സിനിമയിലുണ്ടായിരുന്ന ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന തമാശയും, അച്ഛൻ എന്ത് പറഞ്ഞിരുന്നു, അതൊരു എത്ര സീരിയസ് ആയിട്ടുള്ള കാര്യം പറഞ്ഞാലും അതിൻ്റെ തമാശയുടെ ഒരു ഫ്ലേവർ അതിനെ പുറത്തുണ്ടാവും. അപ്പോൾ ഞാൻ വിശ്വസിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമ നമ്മൾ ക്ലാസിഫൈ, ഇപ്പോൾ ഓൾഡ് ജനറേഷൻ ന്യൂ ജനറേഷൻ എന്ന് പറഞ്ഞൊരു സംഭവം ഞാൻ വിശ്വസിക്കുന്നില്ല. നല്ല സിനിമ, മോശം സിനിമ.